നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ചേർത്തല, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടത്തി. 5000-ലേറെ പക്ഷികളെയാണ് കൊന്ന് കത്തിച്ചത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്യുന്നത്. ആലപ്പുഴ എടത്വ തലവടിയിൽ വീണ്ടും മോഷണവും മോഷണ ശ്രമവും. ആൾതാമസമില്ലാത്ത വീട്ടിലെ അലമാര കുത്തിത്തുറന്ന 4 പവൻ സ്വർണം കവർന്നു. തൊട്ടടുത്ത പള്ളിയിലും മോഷണ ശ്രമം. പോലീസെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി ലോകത്താകെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവിൽ. ജുമാ മസ്ജിദുകളിലെല്ലാം വിപുലമായ ചടങ്ങുകൾ. മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കടലിൽ നീന്തൽ പരിശീലനം നൽകി. അർത്തുങ്കൽ കടലിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. കുടുംബത്തിനു വേണ്ടി തണലൊരുക്കാൻ നിശബ്ദമായി വിയർപ്പൊഴുക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയും ഒരു ദിനം. വേൾഡ് ഫാദേഴ്സ് ഡേ. അമ്മയെപ്പോലെ മക്കൾക്ക് തണലും കരുതലും ഒരുക്കുന്ന അച്ഛന്മാർക്ക് ആശംസകൾ. ചെങ്ങന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ച സംഭവം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. വാഹനങ്ങളിലെ അനധികൃത കൂട്ടിച്ചേർക്കലുകളും കാരണമാകാമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടികൾ തുടരുന്നു. ചേർത്തലയിലും കഞ്ഞിക്കുഴിയിലുമായി 5000-ലേറെ പക്ഷികളെയാണ് കൊന്നൊടുക്കിയത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത്. ഇതിനിടെ വിവിധ സ്ഥലങ്ങളിൽ കാക്കകൾ ചത്തുവീഴുന്നത് തുടരുന്നു. ചേർത്തല നഗരസഭയിലെ 15, 16 വാർഡുകളിലും കഞ്ഞിക്കുഴി പഞ്ചായത്തിലും കള്ളിംഗ് ആരംഭിച്ചു. കഞ്ഞിക്കുഴിയിൽ കള്ളിംഗ് പൂർത്തിയായി. 9 ദ്രുതകർമ്മ സേനകളാണ് കള്ളിംഗിൽ പങ്കെടുത്തത്. ഈ വർഷം മാത്രം ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 19 കേന്ദ്രങ്ങളിലായി 29,589 പക്ഷികൾ ചത്തിട്ടുണ്ട്. 1,02,758 പക്ഷികളെ കൊന്നൊടുക്കുകയും 14,732 മുട്ടയും 15,221 കിലോഗ്രാം തീറ്റയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചേർത്തല നഗരസഭാ പരിധിയിൽ 3,505 കഞ്ഞിക്കുഴിയിൽ 2,945 വളർത്തു പക്ഷികളെയാണ് കൊല്ലുന്നതിന് നിർദ്ദേശം നൽകിയത്. തണ്ണീർമുക്കം പഞ്ചായത്തിൽ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ അവിടെയുള്ള വളർത്തു പക്ഷികളെയും കൊല്ലുന്നതിന് നിർദ്ദേശം നൽകി. ചേർത്തല നഗരസഭയിലെയും തണ്ണീർമുക്കം പഞ്ചായത്തിലെയും 4,700ഓളം വളർത്തു പക്ഷികളെയാണ് കൊന്ന് സംസ്കരിച്ചത്. കഴിഞ്ഞ ദിവസം ചേർത്തല നഗരസഭ 6-ാം വാർഡിൽ പക്ഷികൾ ചത്തുവീഴുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് 1 കിലോമീറ്റർ ചുറ്റളവിന് വളർത്തു പക്ഷികളെ കൊന്ന് മറവ് ചെയ്യുന്നത്. കോഴി ഫാമുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനാൽ ആദ്യഘട്ടത്തിൽ ഫാമുകളിലെ കോഴികളെയാണ് കൊന്നു തുടങ്ങിയത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 18-ാം വാർഡിൽ അടിയന്തര ജാഗ്രതാ സമിതികൾ ചേരുവാനും എല്ലാ വാർഡുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതിനും മൈക്ക് അനൗൺസ്മെന്റ് നടത്തുവാനും പഞ്ചായത്ത് കമ്മിറ്റി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് നിർദ്ദേശാനുസരണമുള്ള അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി പക്ഷി പനിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അല്ലാതെയുള്ള സന്ദേശങ്ങൾ പൊതുജനങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ജാഗ്രതാ സമിതി യോഗം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. തവണക്കടവിൽ കാക്കകൾ ചത്തു വീഴുന്നതിൻ്റെ സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തവണക്കടവിലും സമീപ പ്രദേശങ്ങളിലുമായി 20-ൽ പരം കാക്കകൾ ചത്തതായാണ് വിവരം. കഴിഞ്ഞ ദിവസവും തവണക്കടവിൽ കാക്കകളുടെ ജഡം കണ്ടെത്തി. കൊറ്റി തുടങ്ങിയ പക്ഷികളും ചാകുന്നുണ്ട്. ചത്ത കാക്കകളെ നീക്കം ചെയ്യുവാനും ആളുകൾ മടിക്കുകയാണ്. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ എടത്വ തലവടിയിൽ വീണ്ടും വീട് കവർച്ച. ആൾതാമസമില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 4 പവൻ ആഭരണങ്ങൾ കവർന്നു. തൊട്ടടുത്ത പള്ളിയിലും കവർച്ചാ ശ്രമം. പോലീസെത്തി അന്വേഷണം ആരംഭിച്ചു. തലവടി ആനപ്രാമ്പാൽ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ പള്ളിയിലും സമീപത്തെ ആൾതാമസമില്ലാത്ത വീട്ടിലുമാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. വീടിൻ്റെ പ്രധാന വാതിൽ അരകല്ലിൻ്റെ കുഴവി ഉപയോഗിച്ച് ഇടിച്ച് തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് അലമാര കുത്തി തുറന്നാണ് 4 പവൻ സ്വർണം അപഹരിച്ചത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീട്ടുകാർ മറ്റൊരിടത്താണ് താമസിക്കുന്നത്. മോഷണം നടന്ന തലേ ദിവസം വീട്ടുകാർ വീട് വൃത്തിയാക്കിയ ശേഷം പോയതാണ്. ഇവാഞ്ചലിക്കൽ പള്ളിയുടെ പ്രധാന വാതിലിൻ്റെ പൂട്ട് തല്ലി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് മേശയും അലമാരയും കുത്തി തുറന്നിട്ട നിലയിലാണ്. പള്ളിയിൽ പണമോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ സൂക്ഷിക്കാത്തതിനാൽ മോഷണം പോയില്ല. പള്ളി അധികൃതരും വീട്ടുകാരും എടത്വ പോലീസിൽ പരാതി നൽകി.
ആലപ്പുഴയിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പോലീസ് നായ പള്ളിക്ക് മുന്നിലെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലൂടെ 500 മീറ്ററോളം ഓടിയ ശേഷം ഇടവഴിയിലൂടെ പട്ടരുപറമ്പ് പുരയിടത്തിൽ ചെന്ന് നിന്നു. 3 ദിവസങ്ങൾക്ക് മുൻപാണ് ആനപ്രാമ്പാൽ തെക്ക് നിത്യസഹായ മാതാ മലങ്കര കാത്തലിക് ചാപ്പലിലും കുരിശടിയിലും മോഷണം നടന്നത്. കുരിശടിയിലെ മാതാവിൻ്റെ തിരുരൂപത്തിലും ചാപ്പലിനുള്ളിലെ ബക്കറ്റിലും സൂക്ഷിച്ചിരുന്ന നോട്ടുമാലകൾ മോഷണം പോയിരുന്നു. ഇതിൻ്റെ അന്വേഷണം നടക്കുന്നതിന് പിന്നാലെയാണ് തലവടി കേന്ദ്രീകരിച്ച വീണ്ടും മോഷണവും മോഷണ ശ്രമവും നടന്നത്. എടത്വ CI മിഥുൻ, SI സജികുമാർ, വിരലടയാള വിദഗ്ധൻ അപ്പുക്കുട്ടൻ എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവിൽ. വിവിധ മസ്ജിദുകളിലെല്ലാം പ്രത്യേകമായ ചടങ്ങ്. ആത്മസമർപ്പണത്തിൻ്റെയും മഹാത്യാഗത്തിൻ്റെയും സ്മരണ പുതുക്കിയാണ് മുസ്ലിം സഹോദരങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മകനാണ് ഇസ്മായിൽ. അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായെങ്കിലും നടന്നില്ല. തുടർന്ന് മൃഗത്തെ ബലി കൊടുത്തെന്നാണ് വിശ്വാസം. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. ഇതിൻ്റെ ഭാഗമായി അല്ലാഹുവിൻ്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നൽകാറുണ്ട്. ബലിപ്പെരുന്നാൾ ബക്രീദ് എന്നും വലിയ പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടിയുറച്ച വിശ്വാസത്തിൻ്റെയും സന്ദേശമാണ് ബലിപ്പെരുന്നാൾ ലോകത്തിന് നൽകുന്നതെന്ന് ചേർത്തല നെടുമ്പ്രക്കാട് ജുമാ മസ്ജിദ് ഇമാം യൂസഫ് ബാഖവി കാഞ്ഞിരപ്പള്ളി പറഞ്ഞു. മുസ്ലിമീങ്ങളെല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന അവസരമാണ്. ഇസ്ലാമിൽ മർമ്മപ്രധാനമായ 2 ആഘോഷ ദിനങ്ങളാണുള്ളത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാളും അതിനുശേഷം ബലിപെരുന്നാൾ സുദിനം, ബക്ർ ഈദ് മൃഗത്തെ ബലി നൽകുന്ന ആഘോഷ ദിനം എന്ന അർത്ഥത്തിലാണ് ബക്രീദ് എന്ന് പറയപ്പെടാറ്. ഈ പെരുന്നാൾ ആഘോഷവും ഈ ബലിപെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ 35-40 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണ്. ഈ സുദിനം എല്ലാ സമൂഹത്തിനും ഒരു പ്രചോദനമാകട്ടെ. സാഹോദര്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ഐക്യത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, നീതിയോടുകൂടെ, സൗഹാർദ്ദതയോടുകൂടെ ജീവിക്കാൻ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഐക്യത്തിൽ സഹോദര്യത്തിൽ കഴിഞ്ഞുകൂടാൻ ഈ ബലിപെരുന്നാൾ സുദിനം പ്രചോദനമാകട്ടെ എന്ന് പരസ്പരം സ്നേഹവും സാഹോദര്യവും പങ്കുവച്ചാണ് വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നതെന്ന് ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി പറഞ്ഞു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും വലിയ പെരുന്നാൾ ആശംസകൾ. ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഒരു വലിയ പെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇബ്രാഹിം സ്മരണയിലായി മുഴുകുന്ന ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രങ്ങൾ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അനുവർത്തിക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗനിർഭരമായ ജീവിതത്തെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, റബ്ബിൻ്റെ ആത്മീയമായിട്ടുള്ള ആ ചൈതന്യം നിലനിർത്തുന്നതിന് വേണ്ടി ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. അതിലുപരിയായിക്കൊണ്ട് സഹജീവികളോടുള്ള അവരുടെ മനോഭാവം കൂടിയിട്ടാണ്. പാവപ്പെട്ടവരെ, അഗതികളെ, അനാഥകളെ സഹായിച്ചുകൊണ്ട് അവരോട് ഇടപഴകിക്കൊണ്ടുള്ള ജീവിതം, അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങൾ. അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ആത്മീയമായ ജീവിതം കെട്ടിപ്പടുത്തുവാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ആശ്രയമാകാൻ, അത്താണിയാകാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട മർമ്മപ്രധാനമായ തങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത്. ബക്രീദ് ആഘോഷത്തിൻ്റെ ഭാഗമായി നാടെങ്ങുമുള്ള ജുമാ മസ്ജിദുകളിലും മുസ്ലിം ഭവനങ്ങളിലുമെല്ലാം പ്രത്യേക ചടങ്ങുകൾ നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കടലിൽ നീന്തൽ പരിശീലനം
നൽകി. അർത്തുങ്കൽ കടലിലാണ് നീന്തൽ പരിശീലനം നൽകിയത്. മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കടലിൽ നീന്തൽ പരിശീലനം നൽകി. ചേർത്തല നഗരസഭയുടെയും വേൾഡ് മലയാളി ഫെഡറേഷൻ്റെയും ഓസ്ട്രേലിയയിലെ പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ്റെയും സഹകരണത്തോടെ ചേർത്തല പഴംകുളത്ത് നടത്തിവരുന്ന നീന്തൽ പരിശീലനത്തിൻ്റെ ഭാഗമായാണ് അർത്തുങ്കൽ ബീച്ചിൽ കുട്ടികൾക്ക് ജലസുരക്ഷാ സന്ദേശവും കടലിൽ സുരക്ഷിതമായി എങ്ങനെ നീന്താം എന്നതിലുള്ള പരിശീലനവും നൽകിയത്. കോസ്റ്റൽ പോലീസ് അർത്തുങ്കൽ യൂണിറ്റിൻ്റെ സഹായത്തോടെ കടലിൽ നൽകിയ പരിശീലനത്തിന് അന്താരാഷ്ട്ര സാഹസിക നീന്തൽ താരം SP മുരളീധരൻ നേതൃത്വം നൽകി. വേൾഡ് മലയാളി ഫെഡറേഷൻ നാഷണൽ കോർഡിനേറ്റർ ഫ്രാൻസിസ് മുണ്ടാടൻ, WMF കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി രാജേന്ദ്രൻ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ഷാജി, സെക്രട്ടറി ബിമൽ റോയ്, മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ R പൊന്നപ്പൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സാജൻകുട്ടി, KK ഗോപി, കുട്ടൻ എന്നിവർ പങ്കെടുത്തു. നമുക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തമോ പ്രത്യേകമായ ജീവിത സാഹചര്യമോ ഉണ്ടായാൽ അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ തന്നെ പ്രദേശമായ കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് കഴിഞ്ഞ പ്രളയകാലത്ത് വെള്ളത്തിനടിയിലായിപ്പോയി. അപ്പൊ അവിടെ നിങ്ങളെപ്പോലുള്ള കൊച്ചു മക്കൾ അവിടുത്തെ രക്ഷിതാക്കളോട് പറഞ്ഞു, നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടാം, ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷെ അവിടെ തന്നെ നീന്തൽ അറിയാവുന്ന കുട്ടികൾ അവരുടെ അച്ഛനോട് പറഞ്ഞു, നമുക്കിവിടെ തന്നെ താമസിക്കാം, നമുക്ക് എത്ര തലയ്ക്കും ഇതേ വെള്ളം പൊന്തിയാലും അവിടെ നീന്തി തുടിച്ച് നമുക്കിവിടെ ജീവിതം ആസ്വദിച്ച് കഴിയാം എന്ന് അവർ പറയുകയുണ്ടായി. അപ്പൊ ഏതു തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുന്നതിന് ജീവിതത്തിൽ നൽകുന്ന വലിയ പരിശീലനമാണ്, നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തെ പോലെ തന്നെ വലിയ പരിശീലനമാണ് ഇവിടെ സിദ്ധിച്ചെടുക്കുന്നത്. അതിനെയാണ് ശ്രീ മുരളീധരൻ സാറ് നല്ല ട്രെയിനറായി നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കുന്നത്. നിങ്ങളുടെ എല്ലാം ഒരു ഭാഗ്യമായിട്ടത് കരുതണം. 20 ദിവസം നീന്തലിൽ പങ്കെടുത്ത് പരിശീലനം നേടിയ കുട്ടികൾക്ക് അടുത്ത മാസം നടക്കുന്ന ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. അടിപൊളിയായിരുന്നു. കടലിൽ ആദ്യം ചെറിയ പേടിയുണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. നീന്തുന്നത് കണ്ട് നല്ല എല്ലാവരുടെ പേടി മാറ്റാനും മുങ്ങി മരണത്തിനൊക്കെ കുറയ്ക്കാനുമായിട്ട് ഇത് നന്നായിട്ട്. ടൈം ന്യൂസ് ചേർത്തല. കുടുംബത്തിന് തണലൊരുക്കാൻ നിശബ്ദമായി വിയർപ്പൊഴുക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയും ഒരു ദിനമുണ്ട്, വേൾഡ് ഫാദേഴ്സ് ഡേ. അമ്മമാർക്കൊപ്പം കുട്ടികൾക്ക് തണലും കരുതലും ഒരുക്കാൻ കഷ്ടപ്പെടുന്ന അച്ഛന്മാർക്ക് ആശംസകൾ. കുടുംബത്തിൻ്റെ ഐശ്വര്യവും അടിത്തറയും അമ്മയാണെങ്കിൽ അച്ഛൻ ആണിക്കല്ലാണ്. അമ്മമാർ മക്കൾക്ക് കവചമൊരുക്കുമ്പോൾ അച്ഛന്മാർ അവർക്ക് തണലും സുരക്ഷയുമാകുന്നു. മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഉരുകിത്തീരുന്ന അച്ഛന്മാരെ പല ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അമ്മിഞ്ഞ പാല് പോലെ മധുരമുള്ളതാണ് അച്ഛൻ്റെ സ്നേഹവാത്സല്യവും. വീടിൻ്റെ ഐശ്വര്യമായി അമ്മമാർ മാറുമ്പോൾ കരുതലിൻ്റെ കവചമായി അച്ഛന്മാർ നിലകൊള്ളുന്നു. മാതൃദിനം പോലെ പ്രധാനപ്പെട്ടതാണ് അച്ഛന്മാരുടെ ദിനവും. ജൂൺ മാസത്തിലെ 3-ാം ഞായറാഴ്ചയാണ് ലോകം ഫാദേഴ്സ് ഡേ ആചരിക്കുന്നത്. മുഴുവൻ അച്ഛന്മാർക്കും ആശംസകൾ. ടൈം ന്യൂസ് ചേർത്തല. ചെങ്ങന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ച സംഭവം ഷോർട്ട് സർക്യൂട്ടെന്ന പ്രാഥമിക സൂചന. വാഹനങ്ങളിലെ അനധികൃത കൂട്ടിച്ചേർക്കലുകളും അപകടത്തിന് വഴിയൊരുക്കാമെന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തൽ. വാഹനങ്ങളുടെ അനധികൃത ഘടിപ്പിക്കലുകളും കൂട്ടിച്ചേരലുകളും വാഹനങ്ങളിൽ തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന അനുമാനം. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ ആലയിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ച സംഭവത്തിൽ ബസ്സിൽ അനധികൃതമായി ഘടിപ്പിച്ച ഫോണിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് അപകട കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. വാഹനങ്ങളിലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ
വലിയ അപകടങ്ങൾക്ക് വഴിതിറക്കുമെന്നും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അപകടത്തിന് കാരണമാകുന്ന തരത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേരലുകളോ മാറ്റങ്ങളോ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം നിഷേധിക്കാനാകും. വാഹനങ്ങളിലെ രൂപമാറ്റം വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള സുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പുതിയ കാറുകളിൽ സെൻസറുകൾ ആണെന്നതിനാൽ അവയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. വാഹനങ്ങളിൽ ഗ്ലാസ് ഒഴികെയുള്ള ഭാഗങ്ങളിൽ അനുവദനീയമായ അളവിൽ നിയമപ്രകാരം സ്റ്റിക്കർ ഒട്ടിക്കാം. RTOയിൽ അപേക്ഷ നൽകി വാഹനത്തിൻ്റെ നിറം മാറ്റാം. വാഹന നിർമ്മാതാക്കൾ തന്നെ കേബിൾ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഫോഗ് ലാമ്പ് ഘടിപ്പിക്കാം. വാഹന നിർമ്മാതാക്കൾ തന്നതിലുപരി ലൈറ്റുകളും ഫോണുകളും ഘടിപ്പിക്കാനായി വൈദ്യുത സർക്യൂട്ട് മാറ്റം വരുത്തിയാൽ ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയുണ്ട്. വാഹനത്തിൻ്റെ മുൻവശത്ത് ഇടിതാങ്ങി ഘടിപ്പിക്കരുത്. ഇത് കാരണം അപകട സമയത്ത് എയർ ബാഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ സെൻസറുകൾ പ്രവർത്തിക്കില്ല. ഇടിയുടെ ആഘാതം വാഹനത്തിന്റെ ഷാസിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്യും. അനുവദനീയമായതിലും അധികം വെളിച്ചമുള്ള ബൾബുകളുടെ ഉപയോഗം മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കും. വാഹനങ്ങളിൽ അനുവദനീയമായതിലും വലിയ ടയറുകൾ ഉപയോഗിക്കരുത്. സൈലൻസർ ഒരു കാരണവശാലും മാറ്റരുത്. ഗ്ലാസുകളിൽ ഫിലിമോ മറ്റു സ്റ്റിക്കറുകളോ ഒട്ടിക്കരുത്. ടൈം ന്യൂസ് ആലപ്പുഴ. ഇക്കൊല്ലത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം സമർപ്പിച്ചു. മനോരമയിലെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് മാത്യുവിനാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഇക്കൊല്ലത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം സമർപ്പിച്ചു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൻ്റെ ചാലക ശക്തിയും ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെ സ്ഥാപകനും പ്രമുഖ പത്രപ്രവർത്തകനുമായിരുന്ന NV പ്രഭുവിൻ്റെ ഓർമ്മയ്ക്കായി സീനിയർ ജേർണലിസ്റ്റ് യൂണിയനും NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് ഇക്കൊല്ലം പുരസ്കാരത്തിന് അർഹനായി. TD മെഡിക്കൽ കോളേജിലെ അവസാന വർഷ MBBS പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിക്കുള്ള NV പ്രഭു സ്മാരക ക്യാഷ് അവാർഡിന് കുമാരി ലിയ K സണ്ണിയാണ് അർഹയായത്. ആലപ്പുഴ YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡന്റുമായ P ജയനാഥ് അധ്യക്ഷനായി. പുരസ്കാര സമിതി കൺവീനറും പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറിയുമായ A ഷൗക്കത്ത് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അവാർഡ് സമർപ്പണം നിർവഹിച്ചു. മുൻ മന്ത്രി G സുധാകരൻ NV പ്രഭു അനുസ്മരണ പ്രഭാഷണം നടത്തി. നിങ്ങളുടെ ഈ കമ്പ്യൂട്ടർ കൊണ്ട് വല്ല കാര്യം, കമ്പ്യൂട്ടർ പോയാൽ എല്ലാം അങ്ങ് പോയില്ലേ? പുസ്തകത്തിലാകും പുസ്തകം അവിടെ കാണും. നശിച്ചാൽ എല്ലാം അങ്ങ് പോയില്ല, വൈറസ് കയറി. പക്ഷെ അതിൽ കയറാതെ നോക്കിയാൽ പോലെ പുസ്തകങ്ങൾ. ഞാൻ 18 പത്രം വായിച്ച കാലമാണ്. ഇന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് 5 പത്രമേ വരുന്നുള്ളൂ. അതിനകത്തൊക്കെ ഞാൻ പറയാത്ത കള്ളത്തരങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക രാവിലെ. പറഞ്ഞാൽ തിരുത്തുന്നവരുണ്ട്, തിരുത്താനും പറ്റാത്തവരുമുണ്ട്. തിരുത്താൻ വയ്യ, അത്ര വലിയ ആൾക്കാരില്ല, തിരുത്തത്തില്ല. ആ പത്രമെല്ലാം വായിക്കുന്നുണ്ട്. 18 പത്രം വായിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പം 5 പത്രം സ്ഥിരമായി വായിക്കുന്നുള്ളൂ. പാർട്ടി ബേസിൽ പോകുമ്പോൾ കുറച്ച് കൂടുതൽ വായിക്കും. രാവിലെ എഴുന്നേറ്റ് പ്രഭാതകത്തിൽ കഴിഞ്ഞാൽ പത്രം വായിച്ചാൽ പറ്റും, അല്ലാതെ ഒന്നും പറ്റത്തില്ല. പത്രം ദിവസം ഇല്ലെങ്കിൽ അന്ന് വിഷമമാണ്. ഈ മനസ്സിലെല്ലാം പറയുമ്പോഴും ആ പത്രത്തിൻ്റെ അന്തസ്സും മാഹാത്മ്യം മനസ്സിലാക്കിയിരിക്കണം. പത്രത്താളുകളിൽ എഴയുന്ന പുഴുക്കളല്ല അക്ഷരങ്ങൾ, തിളങ്ങുന്ന വജ്ര നക്ഷത്രങ്ങളാണെന്ന് ഓർത്തോണം. പേനയിലെ മഷി ഒരു കറുത്ത സാധനമല്ല, സുവർണമായിട്ടുള്ള അക്ഷരങ്ങൾ എഴുതി അച്ചടിക്കാൻ കൊടുക്കുന്ന മഹത്തായ കാര്യമാണ്. എങ്ങനെയാണ് ഈ മാധ്യമങ്ങളെയൊക്കെ മുമ്പുള്ളവർ വളർത്തിയത്? ജീവൻ കൊടുത്തല്ലേ വളർത്തിയത് പത്രസ്വാതന്ത്ര്യത്തെ. ബ്രിട്ടീഷുകാരുടെ CPയുടെ ജയിലിൽ കിടന്നില്ലേ? അപ്പോൾ എല്ലാം കിടക്കണോ? കിടക്കണ്ടല്ലോ ഇപ്പോൾ ഒരു പത്രക്കാരനും. വല്ല വേണ്ടാതിനും എഴുതി രാജ്യത്തിനെതിരായിട്ട് അങ്ങനെ എഴുതിയാൽ മാത്രം കിടന്നാൽ മതി, അല്ല ആരും കിടക്കത്തില്ല. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് SR ശക്തിധരൻ, മുൻ MLA AA ഷുക്കൂർ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് S സജിത്ത്, JR പറത്തറ, ഡോക്ടർ എബ്രഹാം തയ്യിൽ, K ജയപ്രകാശ്, R അജയകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. പുരസ്കാര ജേതാക്കളായ തോമസ് ജേക്കബ്, ലിയ K സണ്ണി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റും പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായ കളർകോട് ഹരികുമാർ സ്വാഗതവും NV പ്രഭു സ്മാരക ട്രസ്റ്റ് അംഗം രാമേന്ദ്ര പ്രഭു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ചു. കുഴികൾ മൂടി വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. ഉയരപാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ വരെയുള്ള ഭാഗത്ത് വെള്ളക്കെട്ടുകളും കുഴികളും മൂടി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുവാനുള്ള ജോലികൾ ആരംഭിച്ചു. ഉയരപാത ജോലികളുടെ ഭാഗമായി 4 വരി പാതയിൽ മീഡിയൻ്റെ ഇരുവശങ്ങളിലും
രണ്ടുവരി പാത ഇരുമ്പ് ബാരിക്കേഡ് ഉപയോഗിച്ച് മറച്ചിരുന്നു. തുടർന്ന് ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം BMBC മിശ്രിതം ഉപയോഗിച്ച് പാതയുടെ വീതി കൂട്ടിയിരുന്നു. ഇവിടെ മിശ്രിതം നിരത്തിയതല്ലാതെ ഉറപ്പിച്ചില്ലായിരുന്നു. ടാറിംഗ് നടക്കാത്തതിനാൽ കാലവർഷം തുടങ്ങിയതോടെ വാഹനങ്ങൾ സഞ്ചരിച്ച് കുഴികൾ നിറയുകയും കുഴികളിൽ ചെളി നിറഞ്ഞ കുഴമ്പ് രൂപത്തിലുമായി. ഇത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഫലമായി കഴിഞ്ഞ ദിവസം ദേശീയപാതാ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച് ജനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. തുടർന്നാണ് കുഴികൾ നിറഞ്ഞ ഭാഗത്ത് BMBC മിശ്രിതം ഉപയോഗിച്ച് നിരത്തുന്നതും ചെളിക്കുളമായ ഭാഗങ്ങൾ കോരി വറ്റിക്കുന്നതിനും കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. ടൈം ന്യൂസ്, തുറവൂർ. ഓടുന്ന കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കി. ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് RTOയുടേതാണ് നടപടി. തുടർച്ചയായി മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പെന്ന് RTO. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കുകയും ഈ വാഹനവുമായി പൊതുനിരത്തിൽ ഇറങ്ങുകയും ചെയ്ത സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ആജീവനാന്ത വിലക്കാണ് ലൈസൻസിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ആണ് യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള ഹൈക്കോടതി ഉൾപ്പെടെ നിർദ്ദേശിച്ചിരുന്നു. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ലെന്നുമെല്ലാമായിരുന്നു സഞ്ജു നൽകിയ വിശദീകരണം. എന്നാൽ ഹൈക്കോടതി ഉൾപ്പെടെ ഈ കേസിൽ ഇടപെടുകയും ഇത്തരം കേസുകളിൽ യാതൊരു ഇളവും നൽകേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെ കടുത്ത നടപടിയിലേക്ക് പോകാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ആജീവനാന്തമാണ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നതെങ്കിലും സഞ്ജുവിന് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാധ്യത അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോടതിയിൽ പോയി റദ്ദാക്കൽ കാലാവധിയിൽ ഇളവ് തേടാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ നടപടി അനുസരിച്ച് ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കിയിട്ടുണ്ട്. നിയമലംഘനത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസമാണ് 1 വർഷത്തേക്ക് റദ്ദാക്കിയത്. സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്ന് ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇനി ഇത്തരം പരിപാടികളുമായി റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു. പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടതെന്നും വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണമെന്നും ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ചുണ്ടാക്കി കൊടുക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി വേണ്ട എന്നും പഴയ കാലമല്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികളെ പരിഹസിച്ചും ലാഘവത്തോടെ എടുത്തുമായിരുന്നു സഞ്ജുവിന്റെ പ്രതികരണം. 10 ലക്ഷം രൂപ മുടക്കിയാൽ പോലും കിട്ടാത്ത റീച്ചാണ് തന്റെ ചാനലിന് മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലൂടെ ലഭിച്ചതെന്നായിരുന്നു സഞ്ജുവിന്റെ പരിഹാസം. ഇതിനു പിന്നാലെയാണ് എടപ്പാളിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ക്ലാസിലും ആശുപത്രി സേവനം ഉൾപ്പെടെയുള്ള കാര്യത്തിനും സഞ്ജു ടെക്കിയെ മോട്ടോർ വാഹന വകുപ്പ് അയച്ചതും. ടൈം ന്യൂസ്, ആലപ്പുഴ. പെരുന്നൂർമംഗലം NSS കരയോഗത്തിന്റെ കുടുംബമേളയും വാർഷിക പൊതുയോഗവും നടന്നു. ചേർത്തല NSS യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവിഴ പെരുന്നൂർമംഗലം വടക്ക് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബമേളയും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. കരയോഗം ശിവാനന്ദം ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. NSS നായക സഭാംഗവും ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. അതിനെ സാമൂഹ്യം ഇതിനടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു മൃഗമായി പോകും. അതുകൊണ്ട് പ്രായമായവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അതുപോലെ കുടുംബപരമായിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഗംഗാധരൻ നായർ സാറിനെ അവതരിപ്പിക്കും. അതുപോലെ നമ്മുടെ ഇപ്പോൾ കരയോഗങ്ങളിലൊക്കെ ഞാൻ ബാബുവിനോട് ഇന്നലെ തന്നെ പറയുകയുണ്ടായി. എല്ലാ കരയോഗങ്ങളിലും അടുത്തായിട്ട് യൂണിയൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് സാമ്പത്തികമായ അച്ചടക്കത്തെ സംബന്ധിച്ച് ക്ലാസ്സുകൾ. ഇന്നിവിടെ നടക്കുന്ന ക്ലാസ്സുകളിൽ സാമാജിക വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാമ്പത്തികമായ അച്ചടക്കം വരുമാനമില്ലായ്മ കൊണ്ടല്ല ആളുകൾ പ്രയാസപ്പെടുന്നത്, അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള പ്രയാസമാണ്. സാമാജിക കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കരയോഗം പ്രസിഡന്റ് M രമേഷ് കുമാർ അധ്യക്ഷനായി. അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ D ഗംഗാധരൻ നായർ കുടുംബ സന്ദേശവും മുഖ്യപ്രഭാഷണവും നടത്തി. പ്രതിനിധി സഭാംഗവും താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗവുമായ TS ഗോപാലകൃഷ്ണൻ ആശംസയും ആദരവും അർപ്പിച്ചു. കരയോഗം കമ്മിറ്റി അംഗം C രാജീവ്, കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് ഉഷാകുമാരി എന്നിവർ ആശംസകൾ നേർന്നു. കരയോഗം സെക്രട്ടറി S അപ്പുക്കുട്ടൻ നായർ സ്വാഗതവും ട്രഷറർ B സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കുടുംബമേളയോടനുബന്ധിച്ച് കുട്ടികളുടെ കലാ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ലൈബ്രറി സെക്രട്ടറിമാർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്തും ഒരു പ്രത്യേക ദിശാബോധത്തോട് ചെയ്യുമ്പോഴാണ് അതൊരു ശരിയായ പ്രവർത്തനമായി തീരുക. പിന്നെ
എന്തുകൊണ്ടാണ് ഇത്തരം നിബന്ധനകൾ, ഇമാതിരി ചട്ടങ്ങൾ? ഇപ്പോൾ ഗ്രഡേഷനെ കുറിച്ച് ലൈബ്രറി സെക്രട്ടറിമാരൊക്കെ ചിലരൊക്കെ പരിഭ്രമിച്ച് നിൽക്കുന്നൊരു സമയമാണ്. കാരണം ഗ്രേഡ് പോകുന്ന കാര്യം, ഗ്രേഡ് കൂടുന്ന കാര്യമൊക്കെ ഉണ്ട്. അവരുടെ ആത്മാർത്ഥതയുള്ള ഒരു ലൈബ്രറി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലുള്ള ഒരു മാനസിക നിലയും സംഘർഷവും പിരിമുറുക്കവും അയാൾക്കുണ്ട്. സമൂഹത്തിൽ വായനാശീലം കുറഞ്ഞു വരുന്നത് ഗൗരവത്തിൽ കാണണമെന്ന് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. വായനയുള്ള ജനതയെ സൃഷ്ടിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ലൈബ്രറി സെക്രട്ടറിമാർക്ക് കഴിയണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. താലൂക്ക് പ്രസിഡന്റ് വിദ്വാൻ കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി KP നന്ദകുമാർ, മാലൂർ ശ്രീധരൻ, അലിയാർ M മാക്കിയിൽ, SP പ്രദീപ്, PV ദിനേശൻ, SB ബാബു, MB രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകളും നടന്നു. ടൈം ന്യൂസ്, മുഹമ്മ. ചേർത്തല ആഹ്വാനം വായനശാലയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ആഹ്വാനം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണ വിതരണം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മികച്ച ഡാൻസ് കോറിയോഗ്രാഫർക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ അതുൽ രാധാകൃഷ്ണനെയും ഇതോടൊപ്പം ആദരിച്ചു. ആഹ്വാനം വായനശാലയിൽ നടന്ന ചടങ്ങിൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. ആഹ്വാനം വായനശാല പ്രസിഡന്റ് M ഷാജി അധ്യക്ഷനായി. സെക്രട്ടറി R രാജേഷ് സ്വാഗതം പറഞ്ഞു. CPM ചേർത്തല ഏരിയ സെക്രട്ടറി B വിനോദ്, കൗൺസിലർ ലിസി ടോമി, ലോക്കൽ സെക്രട്ടറി MA കുഞ്ഞുമുഹമ്മദ് എന്നിവർ പ്രതിഭകളെ ആദരിച്ചു. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടണം. വിദ്യാഭ്യാസം സാർവത്രികമായി മാറണം. പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു. കാശുള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളായിരുന്നു. സ്കൂളിൽ ഫീസ് കൊടുക്കണമായിരുന്നു. ഞാൻ ഫീസ് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഫീസാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഫീസ് വേണ്ടാന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ആദ്യകാലത്ത് ഭയങ്കര ഫീസായിരുന്നു. പിന്നെ ഇത്തിരി ഫീസ് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ ആരും ഫീസ് കൊടുക്കണ്ട. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരും ഫീസ് കൊടുക്കണ്ട. എന്നിട്ട് നമ്മൾ ഫീസ് കൊടുക്കുന്ന സ്കൂൾ തിരക്കി പോകണുണ്ട് അല്ലേ? ഫീസ് കൊടുക്കുന്ന സ്കൂൾ നോക്കി നമ്മൾ കുട്ടികളെയൊക്കെ പറഞ്ഞയക്കാറുണ്ട്. വലിയ ഫീസാണ്, കനത്ത ഫീസാണ്. PS ഗോപി, KR രാജേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ചേർത്തല, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടത്തി. 5000-ലേറെ പക്ഷികളെയാണ് കൊന്ന് കത്തിച്ചത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്യുന്നത്. ആലപ്പുഴ എടത്വ തലവടിയിൽ വീണ്ടും മോഷണവും മോഷണ ശ്രമവും. ആൾതാമസമില്ലാത്ത വീട്ടിലെ അലമാര കുത്തിത്തുറന്ന 4 പവൻ സ്വർണം കവർന്നു. തൊട്ടടുത്ത പള്ളിയിലും മോഷണ ശ്രമം. പോലീസെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി ലോകത്താകെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവിൽ. ജുമാ മസ്ജിദുകളിലെല്ലാം വിപുലമായ ചടങ്ങുകൾ. മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കടലിൽ നീന്തൽ പരിശീലനം നൽകി. അർത്തുങ്കൽ കടലിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. കുടുംബത്തിനു വേണ്ടി തണലൊരുക്കാൻ നിശബ്ദമായി വിയർപ്പൊഴുക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയും ഒരു ദിനം. വേൾഡ് ഫാദേഴ്സ് ഡേ. അമ്മയെപ്പോലെ മക്കൾക്ക് തണലും കരുതലും ഒരുക്കുന്ന അച്ഛന്മാർക്ക് ആശംസകൾ. ചെങ്ങന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ച സംഭവം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. വാഹനങ്ങളിലെ അനധികൃത കൂട്ടിച്ചേർക്കലുകളും കാരണമാകാമെന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ വിലയിരുത്തൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.